അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. GCC കൺട്രീസിൽ നിന്ന് എവിടെ നിന്നാണ് ഒരു സ്ഥലത്ത് നിന്ന് തെരുവിൽ നിന്ന് ഒരു മദ്യപാനിയെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകന്മാർ മോചിപ്പിച്ചു കൊണ്ടുവന്നു. അയാൾ യാചിക്കുകയായിരുന്നു തെരുവിൽ. അപ്പോൾ അവിടെ നിന്ന് അയാളെ എന്ത് ചെയ്തു, കൊണ്ടുവന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അയാളെ എന്ത് ചെയ്തു, നാട്ടിലെത്തിച്ചു ഡി അഡിഷൻ ക്യാമ്പിലൊക്കെ ആക്കി അയാളെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അയാളെ ഏറ്റെടുക്കുന്നതും അയാളെ തിരിച്ചു വരുന്നതും അയാളുടെ മാറ്റവും അയാൾ ആളുകൾക്ക് കൊടുക്കുന്ന ഉപദേശമൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. വളരെയധികം പാഠങ്ങൾ നൽകുന്നതാണ് അയാളുടെ ജീവിതമെന്ന് പറയുന്നത്. എല്ലാ ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിട്ടതൊക്കെ വിറ്റ് തുലച്ച് ഗൾഫിലെത്തി കിട്ടുന്ന പണം കൊണ്ട് മുഴുവനും മദ്യപിച്ച് അവസാനം ഗതിയില്ലാതെ തെരുവിൽ യാചിക്കുന്ന വളരെ വിരൂപമായ ഒരു മനുഷ്യനെയാണ് നമ്മളവിടെ കാണുന്നത്. സത്യത്തിൽ എല്ലാ തിന്മകളാക്കിയതും അതിനെ നിഷിദ്ധമാക്കിയതും നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ആ തിന്മകളുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ എവിടെ എത്തും എന്നുള്ളത് പ്രവചനാതീതമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും അയാൾ പോലും ചിന്തിക്കാത്ത ദുരന്തങ്ങളിലാണ് യഥാർത്ഥത്തിൽ അയാൾ അവസാനം എത്തിച്ചേർന്നതെന്നുള്ളതാണ്. എന്താണ് അയാളുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്? ഒന്ന്, തിരിച്ചു വരാൻ പറ്റും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ നശിച്ചു പോകുന്ന ആളുകളെ കണ്ടെത്തി അവരെ ചികിത്സിച്ച് അവർക്ക് പുതിയൊരു ജീവിതം നൽകി തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അയാളെയൊക്കെ രക്ഷപ്പെടുത്തിയ ആളുകൾ എത്രമാത്രം നല്ലൊരു ജീവിത പ്രവൃത്തിയാണ് ചെയ്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന വലിയൊരു പാഠം. ഇനി ഞാൻ ഒരിക്കലും മദ്യപിക്കില്ലെന്ന് അയാൾ തുറന്നു പറയത്തക്ക വിധത്തിൽ അയാളെ മാനസികമായി മാറ്റിയെടുത്തു എന്നുള്ളത് ഏത് മദ്യപാനിക്കും മാറാം എന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്. രണ്ടാമത്തൊരു കാര്യം, ഇങ്ങനെ 10-40 വയസ്സായിട്ടും അയാൾ ഇത്തരം മദ്യപിച്ച് ആർക്കൊരു ഉപകാരമില്ലാതെ നശിച്ചു പോകുമ്പോഴും അയാളെ കൂടെ അയാളുടെ അമ്മയുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു മാതാവിൻ്റെ സ്നേഹം അത് നമ്മളെ ലോകം മൊത്തം ഒഴിവാക്കിയാലും നമ്മളെ കൈവിടില്ലെന്നതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ഭാര്യ ഭർത്തൃബന്ധം വലിയ ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാറി നിന്നു. അതുകൊണ്ട് ഭാര്യ മാറി നിന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. ഒരു ദാമ്പത്യത്തിൽ നമ്മൾ ഒരുമിച്ച് ചേരുന്നത് പരസ്പരം സംരക്ഷിക്കാമെന്നും സമാധാന ജീവിതം നൽകാമെന്നും ഒക്കെയുള്ള ഉറപ്പിൻ്റെ പേരിലാണ് വരുന്നത്. അതൊന്നും സാധ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമാധാനം പോലും കൂടെ ജീവിക്കുമ്പോൾ കിട്ടാതെ വരുമ്പോൾ ഒരു ഭാര്യ മാറി നിൽക്കുന്നു എന്നുള്ളത് അവളെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഉമ്മക്ക് അങ്ങനെ മാതാവിന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഏത് സമയത്തും അമ്മ കൂടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തിക്കപ്പെടുമ്പോൾ എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോവാം എന്ന വലിയൊരു പാഠം അതിലുണ്ട്. കാരണം നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് വലിയ മനസാക്ഷിക്കുത്തൊന്നും തോന്നാതിരിക്കാനുള്ള കാരണം അവൻ തന്നെ വരുത്തി വെച്ചതല്ലേ ഇത് എന്നുള്ളതാണ്. ഈ മദ്യപാനം എന്നുള്ളത് അയാൾ തന്നെ വരുത്തി വെച്ചതാണല്ലോ. അതുകൊണ്ട് അത് അയാൾ അനുഭവിക്കട്ടെ എന്നൊരാൾ വിചാരിച്ചു പോരാൽ അയാളെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ അതിൽ കാണുന്ന മറ്റൊരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും ഏതിനും നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നു, തിരിച്ചു വരാനൊക്കെ പറ്റും. പക്ഷെ പൂർണ്ണമായ തിരിച്ചു വരവ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം അയാൾക്കിപ്പം വീടില്ല, ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണമല്ലാതെ ഭക്ഷണമില്ല, തൊഴിലില്ല, മരുന്നിന് പണമില്ല. അപ്പോൾ നോക്ക് നിങ്ങൾ, ഒരു മനുഷ്യൻ ഏതെല്ലാം അവസ്ഥയിലേക്കാണ് പരിവർത്തിക്കപ്പെടുന്നത്. ഇനി അയാൾ വീടുണ്ടാക്കണം, ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം, ഭക്ഷണത്തിനുള്ള വഴി കണ്ടെത്തണം, തൊഴിൽ കണ്ടെത്തണം, എല്ലാം അയാൾ കണ്ടെത്തി വേണം ഉണ്ടാവാൻ. അതുകൊണ്ട് ഏതൊരു തെറ്റും നമ്മളെ എത്തിക്കുന്നത് അതീവ ദുരന്തത്തിലേക്കായിരിക്കും. ഒരുപക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. ഒരു മദ്യപാനം മാത്രമല്ല, അവിഹിത ബന്ധങ്ങൾ, അതേപോലെ തന്നെ അശ്ലീലങ്ങൾ, ഇങ്ങനത്തേലൊക്കെ അകപ്പെട്ടിട്ട്
ഭാര്യയും മക്കളും കുടുംബങ്ങളും എല്ലാവരും ഉപേക്ഷിച്ച് അപമാനിതനായി എവിടെയൊക്കെ പോയി ജീവിക്കേണ്ടവരും ആത്മഹത്യ ചെയ്യുന്നവരുമായിട്ടുള്ള ആളുകളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് തിന്മകൾ നമ്മളെ ഒറ്റപ്പെടുത്തും. തിന്മകൾ എല്ലാവരും നമ്മളിൽ നിന്ന് അകന്നു പോകും. എല്ലാം നഷ്ടപ്പെട്ടവരായിത്തീരും. അതുകൊണ്ട് സ്വയം നന്മയിൽ ജീവിക്കുവാനും തിന്മയിൽ അകപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.